നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ കുട്ടികളൊക്കെ 14, 12, 14 വയസ്സുള്ള പിള്ളേരൊക്കെ ഈ ഫിലിപ്പ് മമ്പാട് ആ വ്യക്തിക്ക് കൊടുത്തൊരു പണിയെ കുറിച്ചൊക്കെ ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഷെയർ നാളെയല്ല എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയില്ല. സത്യം നീ ഇങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു. എനിക്കതല്ലേ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാമല്ലോ. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22, 23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ ഭാര്യ പറയുന്നത് 10-23 വർഷമായിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ രാത്രി കോൾ ചെയ്തതെല്ലാം ഈ ഭാര്യയ്ക്കും അറിയുമായിരിക്കുമല്ലോ, അതോ അറിയാതെ കോൾ ചെയ്തതാണോ? ഇപ്പോൾ ഈ ഫിലിപ്പ് മാമ്പാട് എന്ന് പറയുന്ന ഈ മാനിൻ്റെ ഒരു കുൽസിത ഓഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കണം. നിന്റെ വാട്സപ്പ് നോക്കൂ, ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. എന്താ പറഞ്ഞ പറയുന്നത്? എന്നിട്ടാണ് ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റിയെങ്കിൽ പറയും. ഞാൻ വരുന്നുണ്ട് പൊന്നെ. അതെ, ഞാൻ വരുന്നുണ്ട് പൊന്നെ. ഇത് ആരോടായിരിക്കും പറഞ്ഞത്? അറിയില്ല. ഇത് കേട്ടിട്ടെങ്കിലും കുറച്ചു പേർക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കും എന്ന് കരുതി ഇതുകൊണ്ട് തീരുന്നില്ല, ഇനിയുമുണ്ട്. ഒന്ന്, അദ്ദേഹം 2010 ഒരു ഹോമോസെക്ഷൽ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം. ഇത് കേട്ടിട്ട് ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇത് പലരും പറഞ്ഞ കാര്യമാണ്. കാരണം മറ്റ് സ്ത്രീകളുമായിട്ട് ഈ മാന്യന്റെ ഇടപെടൽ, അതിനെക്കുറിച്ചും പലരും പറയുന്ന ഓഡിയോ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കേൾക്കണം. വർഷങ്ങൾക്ക് ശേഷം ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി, 2 മക്കളുണ്ട്, നിരന്തരം പീഡിപ്പിച്ചു. അവർ നല്ല റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന, നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടം കൊണ്ടും ഇദ്ദേഹത്തിന്റെ കുൽസിത പ്രവർത്തികൾ തീരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഹോമോസെക്ഷൽ, അങ്ങനെയുള്ള എല്ലാ രീതികളും ഇദ്ദേഹത്തിന് വശമുള്ളതുപോലെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. ഇവിടെയൊക്കെ എടുത്തു പറയേണ്ടതും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ഈ മാന്യൻ എല്ലാം തുറന്നു പറയും. അതായത് പണ്ട് മദ്യപിച്ച് നടന്ന കാര്യങ്ങൾ വരെ പൊതുജനത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേദിയിൽ പറയാൻ മടിയൊന്നുമില്ല. എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എന്റെ ബാല്യ കൗമാര കാലഘട്ടം. അതുപോലെ തന്നെയായിരുന്നു ഈ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അടുത്ത് പോയി തുറന്നു പറഞ്ഞതും. അതേ ഒരു രീതിയായിരുന്നു പണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് മാറി അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നുള്ളത്. അങ്ങനെയാണ് ഈ മാന്യൻ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്നത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം ആദ്യം പറഞ്ഞത്. രക്ഷിതാക്കളുടെ അറിവില്ലാതെ പെൺകുട്ടിയെ കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ച് പലതവണ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതെ, ഇവിടെ ഫിലിപ്പ് മമ്പാടിന്റെ ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ വീട്ടിലെ പ്രശ്നങ്ങൾ പോലെ ഞങ്ങളുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന മോട്ടിവേഷൻ സ്പീക്കർ. ഇദ്ദേഹത്തെയാണ് പലരും ആരാധിക്കുന്നത്. ഒരു കാര്യം ആദ്യം നിങ്ങൾ ചിന്തിക്കുക, എല്ലാ മനുഷ്യന്മാരിലും മോശവശങ്ങളുണ്ട്. അത് എത്രത്തോളം കൺട്രോൾ ചെയ്ത് പോകുന്നു എന്നതിലാണ് കാര്യങ്ങളിരിക്കുന്നത്. അല്ലാതെ അവരെല്ലാം നല്ലത് മാത്രം ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ഒരിക്കലും കാണല്ലേ. കൂടുതലും നന്മയോട് ചവഞ്ഞ് നടക്കുന്നവരെല്ലാം കുഴപ്പക്കാർ തന്നെയാണ്. അതൊന്ന് മനസ്സിലിരുത്തി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇവിടെ ഈ ഓവർ വിനയം കാണിച്ച ഈ നന്മമരത്തെ വിശ്വസിച്ച് ഒരു 16 വയസ്സുകാരിയെ ഇയാളുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ ആ മാതാപിതാക്കൾ ചെയ്തത് ഇദ്ദേഹത്തെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഇതുപോലൊരു സംഭവം തന്നെ ആയിരുന്നു ആ പൂജാരിയുടെ കേസിലും. അമ്മ മകളെ പൂജയ്ക്കായിട്ട് റൂമിലോട്ട് അയച്ചു. പിന്നെ എന്ത് സംഭവിച്ചു? പീഡനം നടന്നു. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. 16 വയസ്സുകാരിയായ ഒരു കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. മാനസിക സമ്മർദ്ദം. ആ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി ഇവനെ പോലെ നന്മപരമായ മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ അടുത്ത് കൊണ്ടാക്കി. അവസാനം ചൈൽഡ് വെൽഫെയർ ഈ പെൺകുട്ടി സത്യങ്ങൾ തുറന്നു പറയുന്നത്. അവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 16 വയസ്സുകാരി അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് ആ പെൺകുട്ടിക്ക് നേട്ടം? അവിടെ ആ പെൺകുട്ടിയുടെ ജീവിതമാണ് ഇല്ലാതായത്. അവിടേക്ക് ഇദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ പറയുന്നത് ഇതൊരു കള്ളക്കേസാണ്, അദ്ദേഹത്തെ കുടുക്കിയതാണ് എന്നൊക്കെയാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇത് മറ്റ് കേസുകളുടെ കൂട്ടല്ല. നമ്മുടെ ഈ കഴിഞ്ഞുപോയ മാസങ്ങളിൽ കുറേ കേസുകൾ വന്നിരുന്നു, കുറേ അതിജീവിതന്മാർ വന്നിരുന്നു. അവരൊക്കെ കല്യാണം കഴിച്ച വ്യക്തികളാണ്. അവിടെ ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധം മാത്രമാണ് നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതുപോലല്ല ഈ കേസ്. ഇതൊരു 16 വയസ്സുകാരിയാണ് പറഞ്ഞതെന്ന് ഓർക്കണം. അവിടെയും ആ പെൺകുട്ടിയുടെ പേരൻസ് അത് മറച്ചു വെച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിന് തക്കതായ കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ ഭീഷണി, ഇദ്ദേഹം മരിച്ചു കളയും എന്നുള്ള ഭീഷണി മുഴക്കിയത് കൊണ്ടാണ് അവരത് അവോയ്ഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ 16 വയസ്സുകാരിക്ക് ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമുണ്ടോ? അതൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ വീട്ടിലൊരു കുട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നമ്മളെങ്ങനെ പ്രതികരിക്കും? ഒരുപക്ഷെ ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ വരുന്ന തെളിവുകളും ഓഡിയോയിലൊക്കെ കേൾക്കുമ്പോൾ അതെല്ലാം ഈ ഫിലിപ്പ് മാമ്പാടിന് എതിരെയുള്ള തെളിവുകളായിട്ട് വേണം കരുതാൻ. എന്തായാലും ആ ഓഡിയോ നമുക്ക് കേട്ടു നോക്കാം. ഞാൻ നിങ്ങളുടെ കണ്ടു വീഡിയോ. മേൽപ്പറഞ്ഞ ആളെ കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. അയാള് സെക്ഷുവലി അബ്യൂസ് ചെയ്ത 2-3 കഥകൾ എനിക്കറിയാം. കാരണം എനിക്ക് അദ്ദേഹത്തെ കുറെ മുമ്പേ അറിയാം. അതുകൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം 2010
ഒരു ഹോമോസെക്ഷൽ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ കഥ മഞ്ചേരി ഭാഗത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കൊക്കെ അറിയാം. 2010-11 കാലത്താണത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടവർക്ക് പലതും മനസ്സിലാക്കാം. അതായത് ഈ നാടായ നാടെല്ലാം നടന്ന് മോട്ടിവേഷൻ നടത്തുന്ന ഈ വ്യക്തിയുടെ തനി സ്വരൂപമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ മുന്നിൽ നന്മ നിറഞ്ഞൊരു മനുഷ്യൻ, പക്ഷെ തനിച്ചാകുമ്പോൾ മറ്റൊരു മുഖം. അതിനുശേഷം പിന്നീട് അറിയുന്ന കഥ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ ഇയാള് വിവാഹ വാഗ്ദാനം നൽകി 2 മക്കളുണ്ട്, നിരന്തരം പീഡിപ്പിച്ചു. അവർ നല്ല റെപ്യൂട്ടേഷനിൽ നിൽക്കുന്ന, നല്ല പോസ്റ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഭാര്യ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ പല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. അതിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും അറിയത്തില്ല. കാരണം മറ്റ് സ്ത്രീകളടുത്തും പോകുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ നിയമം അതിനെ ഒരു തെറ്റായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു കുറ്റവും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 16 വയസ്സുകാരിയോട് ചെയ്തത് അത് ശരിയായില്ല എന്ന് കരുതി ഇത്രയും നന്മ നിറഞ്ഞൊരു മനുഷ്യൻ മറ്റ് ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ശരിയായുള്ള കാര്യമാണോ എന്നും കൂടെ ചിന്തിക്കാം. അതും ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. അവസാനം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ തല്ലിപ്പിരിഞ്ഞ് 10 ലക്ഷത്തിൽ പല രൂപയാണ് ഈ പെണ്ണിന് ഇയാൾ തട്ടിയെടുത്ത്. അതിൽ 6 ലക്ഷം രൂപ കൊടുത്തു, ഇനി 4 ലക്ഷം രൂപ കൊടുക്കാൻ അങ്ങനത്തെ ഒരു ഇടപാട് ഇവരവരുണ്ട്. അവസാനം ബന്ധുക്കളൊക്കെ മദ്യം പറഞ്ഞ് ഭാര്യ ഇവരറിഞ്ഞ് ഭാര്യ പിണങ്ങിപ്പോയി. ഭാര്യ പിന്നെ ഇതിന്റെ പേരിൽ ഡിവോഴ്സ് വരെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുൽസിത പ്രവൃത്തികൾ ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ ഈ സദാചാരവാദികളൊക്കെ ഉണ്ടല്ലോ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകള്, ഇവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാളെ കുറിച്ചുള്ള കഥകൾ എത്രയോ പേരെ ഇയാള് ഈ രീതിയിൽ അബ്യൂസ് ചെയ്തത് ഈ സ്ത്രീ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്താ പറയാ, കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയില്ലേ, കർമ്മ, അതാണ് സംഭവിച്ചത്. ഈ വരും കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇതൊന്നല്ല, ഇയാൾ ചെയ്തത് ഒരുപാടുണ്ട്. ഇത്തരം പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴും. അതിപ്പോ ആളുകൾക്ക് അതൊന്നും വിശ്വസിക്കൂല. കാരണം ആളുകളുടെ മനസ്സിൽ ഇയാള് വലിയൊരു മനക്കോട്ട കെട്ടിയിട്ടുണ്ട്, വലിയൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിങ്ങനെ അഴിഞ്ഞു വീഴുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുക, ദൈവമേ ഇയാൾ ഇത്രയും ഭീകരനായിരുന്നു. ഇയാൾ ശരിക്കും സെക്ഷൽ മാനിയാക്കാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഈ മാന്യന്റെ, അതായത് ഈ ഫിലിപ്പ് മാമ്പാന്റെ ഒറിജിനൽ രൂപമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇതുപോലുള്ള എത്ര കഥകൾ ഇനിയും വരാനുണ്ട്. ഇതൊരു പക്ഷെ പല ആളുകളും തുറന്നു പറഞ്ഞിരിക്കാം. എന്നാൽ അതൊരു പരാതിയായിട്ട് വരാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇദ്ദേഹം ഇത്രയും നാൾ രക്ഷപ്പെട്ടത്. അവിടേക്ക് ആ 16 വയസ്സുകാരി ആ തുറന്നു പറഞ്ഞത് കൊണ്ട് കേസെടുക്കാതിരിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണ് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത്. അവിടെയും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഒരു പോലീസ് ഓഫീസറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പോലീസുകാർ എന്തായാലും വ്യക്തമായിട്ട് അന്വേഷിച്ച് കാണും. ആ അന്വേഷണത്തിൽ ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അല്ലാതെ വെറുതെ ഒരു സഹപ്രവർത്തകനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുമോ? അതും കൂടെ ഒന്ന് ചിന്തിക്കണം. ഈ വ്യക്തിയെ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇത് വിശ്വസിക്കത്തില്ല എന്നറിയാം. അവരെ വിശ്വസിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് അറിയത്തില്ല. നാളെ നിങ്ങളുടെ വീട്ടിലും ഇതേ ഒരു അനുഭവം വരുമ്പം നിങ്ങൾ വിശ്വസിച്ചോളും. ഇതുപോലെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു വ്യക്തിയുടെ മകളെയാണ് അദ്ദേഹം പീഡിപ്പിച്ചത്. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വിഷമം നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ആ വിഷമം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു 16 വയസ്സുകാരിയാണ്, പ്രായപൂർത്തിയാകാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ തുറന്നു പറച്ചിലിനാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ആ കേസ് പിൻവലിച്ച് നിങ്ങളുടെ ഭർത്താവിനെ മോചിപ്പിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ പലരും പറയുന്നുണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇദ്ദേഹം നിരപരാധിയാണ് എന്ന്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു കാരണവും പറയാനില്ല. ഇവിടെ ഈ ഫിലിപ്പ് മാമ്പാൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ഞങ്ങൾ 23 വർഷമായിട്ട് ഒരുമിച്ച് താമസിക്കുകയാണെന്ന്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് താമസിപ്പിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അതായത് അതിൽ നിന്ന് വ്യക്തമാവുന്നത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ചൊരു വീട്ടിലല്ല താമസിക്കുന്നത് എന്നല്ലേ അർത്ഥമാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഇദ്ദേഹം ചെയ്ത പ്രവൃത്തികളെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? അവിടെയാണ് ഇവർ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ എല്ലാ കുടുംബത്തിലെയും പോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. അവിടെയൊക്കെ ഫിലിപ്പ് മാമ്പാൻ്റെ കുടുംബത്തിൻ്റെ വിഷമം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ആ 16 വയസ്സുകാരി അനുഭവിച്ചതിൻ്റെ അത്രയും വിഷമമൊന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് നാസർ വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. അതെ, ഇതിനപ്പുറം നിങ്ങൾക്ക് ഒന്നും പറയാനില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ല.
ആ പെൺകുട്ടിയെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും എത്രമാത്രം പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് ആൻസർ ഇല്ലാത്തത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു 16 വയസ്സുകാരിയാണ്, അത് പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയേണ്ടിയും വരുന്നത്. കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്താ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെ ഇല്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം നമുക്ക് ഈ കേസിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും, ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും കുടുംബമാണ്. അപ്പോൾ അവർ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിതി എങ്ങനെയാണെന്ന് കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള രൂപത്തിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് അതിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഇവരുടെ കുടുംബമൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തെളിയിക്കാൻ അതിന്റെ മാക്സിമം പരമാവധി നമ്മൾ ശ്രമിക്കും. ഈ പല പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കള് ഫിലിപ്പ് സാറിന്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിൽ ആരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോൾ ഇപ്പം ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നമില്ലെങ്കിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിന്റെ കാര്യം. ഈ കേസ് ആസൂത്രിതമാണ്, അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ട് പരാതിയെ കുറിച്ച്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും പറയാൻ കഴിയുകയില്ല. പക്ഷെ ഇവിടെ കുടുംബം കൂടെ ഇല്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെൺകുട്ടിയെ ഫിലിപ്പ് മാമ്പാട് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവരവിടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ അദ്ദേഹത്തിന്റെ അമ്മയും കുറച്ച് ജോലിക്കാരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ കുറേ ഫ്രണ്ട്സും. ആദ്യ നാളുകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും അതിശയിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ഒരു പിതാവിനെ പോലെ തന്നെ കെയർ ചെയ്തിരുന്നു എന്നാണ് ആ പെൺകുട്ടി തന്നെ പറയുന്നത്. അതിൽ ആ പെൺകുട്ടിയുടെ സുഹൃത്ത് അയച്ച മെസ്സേജ് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇദ്ദേഹം മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് പോവുകയാണ്. കുട്ടിക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം എന്ന് എഴുതി ചോദിച്ച് അതിന് സമ്മതം മൂളുകയായിരുന്നു ആ പെൺകുട്ടി ചെയ്തത്. അവിടെ ഈ ഫിലിപ്പ് മമ്പാട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരിക്കലും പേരൻസ് അറിയരുത് എന്നുള്ള കാര്യമാണ്. അതിനുശേഷം മോട്ടിവേഷൻ സ്പീക്കിംഗ് കഴിഞ്ഞിട്ട് അന്ന് വരാതിരിക്കാൻ ലോഡ്ജിൽ റൂം എടുക്കുകയും അതും അവിടെയുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ പഴയ ID കാർഡ്, അതായത് പോലീസിലായിരുന്ന ID കാർഡ് കാണിച്ച് തൻ്റെ മകളാണെന്ന് കൂടെയുള്ളതെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആ റൂമിൽ കൊണ്ടുപോകുന്നത്. പിന്നീട് ഓവർ കെയറിങ് ആയിരുന്നു. ഉറക്കത്തിൽ കട്ടിലിൽ നിന്ന് താഴെ വീഴും എന്ന് കരുതി 2 ബെഡുണ്ടായിരുന്ന ആ റൂമിൽ ആ ബെഡുകൾ ചേർത്തിട്ട് ആ വ്യക്തി കാര്യങ്ങളെല്ലാം സാധിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭീഷണിപ്പെടുത്തലായിരുന്നു. അതായത് കൗൺസിലിംഗ് സമയത്ത് ഈ പെൺകുട്ടി പറഞ്ഞ പല രഹസ്യങ്ങളും തുറന്നു പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഒരു 16 വയസ്സുകാരിക്ക് വീട്ടിലോട്ട് വിളിക്കാൻ ഫോണില്ലായിരുന്നു, അതും ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് വേണം വിളിക്കാൻ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭീഷണി സ്വരം സത്യാവസ്ഥ തുറന്നു പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി വീട്ടിൽ പോയതിനു ശേഷം തൻ്റെ കൂട്ടുകാരികളോടാണ് ഇക്കാര്യം പറയുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഈ പെൺകുട്ടി പലരോടും ഇക്കാര്യം പറഞ്ഞെന്ന്. അവിടെയാണ് ഈ മാനിൻ്റെ പുതിയ അടവ്. തൻ്റെ അമ്മയെ ഉപയോഗിച്ച് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അടുത്ത് എത്തുകയും ക്ഷമ ചോദിക്കുകയും തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ തുറന്നു പറയുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇത് പുറത്തറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുകൂടി പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ അത് രഹസ്യമായിട്ട് വെച്ചു. പിന്നീട് ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞത് സ്കൂളിലെ ചൈൽഡ് വെൽഫെയറിനോടായിരുന്നു. അവിടെയാണ് പലരും പറയുന്ന ഗൂഢാലോചന. ഇവിടെ ഗൂഢാലോചനയുടെ ഫലമായിരുന്നെങ്കിൽ നേരിട്ട് തന്നെ കംപ്ലൈൻറ്റ് പോയാനേ, മാതാപിതാക്കൾ തന്നെ നേരിട്ട് കംപ്ലൈൻറ്റ് കൊടുത്താനേ. ഇത് ആ രീതിയിലല്ല കേസ് പോയതെന്നാണ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഈ മാനിനെ വിശ്വസിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. ഇദ്ദേഹം തെറ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല. അവർക്കൊന്നും ആ 16 വയസ്സുകാരി പറയുന്നത് വിശ്വാസമല്ല. ആ പ്രായത്തിലുള്ള മകളോ അനുജത്തിയോ ഒക്കെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വിശ്വസിച്ചാനേ. എനിക്ക് വേദിയിൽ പറയാൻ മടിയൊന്നുമില്ല. എല്ലാവിധ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ബാല്യ കൗമാര കാലഘട്ടം. എൻ്റെ ശരീരത്തിലെ ഷർട്ട് അഴിച്ചാൽ ഏകദേശം ഒരു 25ഓളം ആഴമുള്ള മുറിപ്പാടുകൾ നിങ്ങൾക്ക് എണ്ണിയെടുക്കാനുണ്ടാവും. അതെല്ലാം എൻ്റെ ജീവിതം എന്നെ മുൻപോട്ട് നയിക്കുന്ന ആഴമേറിയ മുറിപ്പാടുകൾ, സമൂഹം എനിക്ക് തന്ന മുറിപ്പാടുകളാണ്. അതെല്ലാം മുംബൈയുടെ തെരുവുകളിലും ചെന്നൈയിലും രാത്രിയുടെ ഇരുട്ടിന്റെ മറവിലെല്ലാം എനിക്ക് കിട്ടിയ പ്രഹരങ്ങളാണ്. പക്ഷെ ഇന്നതെല്ലാം ജീവിതത്തിന്റെ മുൻപോട്ട് തന്നെ നയിക്കപ്പെടുന്നുണ്ട് ജീവിതത്തിൽ. ഇന്ന് ഒരുപക്ഷെ ഇപ്പൊ ഞാൻ കേരള പോലീസിന്റെ ഭാഗമല്ല, നിങ്ങളെപ്പോലെ ഞാനൊരു സിവിലിയനാണ്. 7 വർഷവും 2 മാസവും സർവീസ് നിലനിൽക്കെ രാജി എഴുതി കൊടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. ഒരു ഫിലിപ്പ് മമ്പാടിന്റെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ അത് കേരള പോലീസിന് വലിയ നഷ്ടമൊന്നുമല്ല. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ 100 സബ് ഇൻസ്പെക്ടർമാർ റിക്രൂട്ട് ചെയ്യാൻ സർക്കാർ സംവിധാനമുണ്ട്. പക്ഷേ
എന്നെ പോലെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് സംസാരിക്കാൻ ഒരു പക്ഷേ ഫിലിപ്പ് മമ്പാട് റിക്രൂട്ട് ചെയ്യാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. എൻ്റെ ജീവിത അനുഭവങ്ങൾ ഞാൻ എൻ്റെ മക്കളോട് പങ്കുവെക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടാറ്. ഇന്ന് സർക്കാർ സംവിധാനത്തിൽ 86,000 രൂപ അവസാനത്തെ ശമ്പളം വാങ്ങി 6 മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിൽ നിന്ന് രാജി എഴുതി കൊടുത്ത് പുറത്തു പോകുന്നു. ഇന്ന് 60,000 രൂപ പെൻഷൻ വാങ്ങുന്ന ഒരു സർക്കാർ പെൻഷനായ ഒരാളാണ് ഞാൻ. പക്ഷെ ഇന്ന് ഞാൻ ഒരു ദിവസം 1 lakh rupees മോട്ടിവേഷൻ മേഖലയിൽ നിന്ന് ഒരു ദിവസം ഞാൻ സമ്പാദിക്കുന്നുണ്ട്. പലരും പറഞ്ഞതായിരുന്നു ഫിലിപ്പ് സാർ ത്യാഗം ചെയ്യുകയാണ്, സ്വന്തം ജോലി വരെ രാജിവെച്ചിട്ടാണ് ഈ ത്യാഗത്തിന് ഇറങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ ഇദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് ആ ജോലിക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ പൈസ ഈ മോട്ടിവേഷൻ സ്പീക്കിങ്ങിന് പോയാൽ കിട്ടും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ വരുമാനം, അതുപോലെ തന്നെ ഗൂഗിൾ കൊടുക്കുന്ന വരുമാനം, ഇതൊക്കെ അതിലും വലുതാണ്. അങ്ങനെയുള്ളപ്പോൾ എന്തിനും പിന്നെ പോലീസായിട്ട് ജോലി ചെയ്യണം? പക്ഷേ അതിനെ കുറച്ച് പേര് വലുതായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഫിലിപ്പ് സാറിൻ്റെ ത്യാഗമാണത്, അദ്ദേഹം ജനനന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെയൊക്കെ ആദ്യം ആലോചിക്കേണ്ടത് ഇദ്ദേഹം ഡോക്ടറോ ഇല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇദ്ദേഹത്തിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇല്ലാതെയാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നത് കൊണ്ട് എല്ലാവരും വിശ്വസിച്ചു പോകും. ഇദ്ദേഹം എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പലരും ഇദ്ദേഹത്തിൻ്റെ കുഴിയിൽ വന്ന് ചാടുന്നത്. അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ചത് അദ്ദേഹത്തിൻ്റെ ത്യാഗമല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാൻ ഒരു മാസം എൻ്റെ ഇൻകം 2,16,000 രൂപ എൻ്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ്. അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് 2,62,000 രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ്. ഞാൻ ഏകദേശം ഒരു 70 ലക്ഷം രൂപ ഏകദേശം 3 years കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ പ്രഭാഷണങ്ങൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ റീൽസുകൾ, എൻ്റെ ഫോട്ടോസുകളൊക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പം നിലവിൽ ഞാൻ പോലീസുകാരനല്ല. കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് VRS എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട്. 100 SIമാരുണ്ട് പല സ്റ്റേഷൻ. അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖമാണ്, PM ഇല്ല, ഇൻക്വസ്റ്റ് ഇല്ല, ഡ്യൂട്ടി ഇല്ല, നിനക്ക് ട്രാഫിക് ഇല്ല, ഫയലില്ല, കേസ് എൻക്വയറി ഇല്ല, മറ്റു സ്റ്റേറ്റ് പോകണ്ട, നിനക്ക് ആരാൽ നിയന്ത്രണമില്ല, നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ, കത്തി കയറുന്നൊക്കെ പറയും. എൻ്റെ ഒപ്പമുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും അവിടെ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക, മടുത്തണമെന്നൊക്കെ പറയും ഇങ്ങനെ. പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ല വന്നത് കേട്ടോ. ഞാൻ പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു 6 months വരെ പെരുന്തമണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ VRS എഴുതി കൊടുത്തത്. കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ മൂലം പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് VRS നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. കുറച്ച് പെൻഡിങ് വെച്ചു. നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. കാര്യം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം, ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് 85,000 രൂപ മാസം ശമ്പളം കിട്ടും. പെരുന്തമണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള NCC SPCകൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം, ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം. പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിലും ആ പെരുന്തമണ പോലീസ് സ്റ്റേഷൻ സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട്. പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണ്ണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ VRS എടുത്തത്. ഒരുപാട് പേരെന്നോട് പറയും, സാർ ആ പോലീസ് നിങ്ങൾ ആ യൂണിഫോം അഴിക്കരുതായിരുന്നു, നിങ്ങൾ ആ സ്റ്റാർ അഴിച്ചത് വലിയ സങ്കടമുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന് ന്യൂ ജനറേഷൻ പിള്ളേരെയൊന്നും അത്ര ഇഷ്ടമല്ല. അതും പല ആളുകൾക്കും ഭയങ്കര ഒരു സ്വീകാര്യതയാണ്. ന്യൂ ജനറേഷൻ പിള്ളേരെ കുറ്റം പറയുകയാണെങ്കിൽ അതിൽ കുറേ പേര് കൈയടിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയായിരിക്കും ഇദ്ദേഹം ഈ ന്യൂ ജനറേഷനുള്ള ആളുകളെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തുന്നത്. അവരുടെ റോൾ മോഡൽ ശരിയല്ല, അബ്ദുൽ കലാമിനെ പോലുള്ളവരാണ് റോൾ മോഡൽ ആവേണ്ടത് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ശരിയായിരിക്കാം, പക്ഷേ അദ്ദേഹത്തെയൊക്കെ റോൾ മോഡലാക്കിയിട്ട് ഇമാതിരി പരിപാടി ചെയ്യുന്ന ഇദ്ദേഹത്തെ എന്ത് പറയണം? ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം എല്ലാവരെയും യൂസ് ചെയ്യുകയാണ്. ഒന്നൊരു മതത്തിനെ പൊക്കിപ്പറഞ്ഞ് അവിടെയുള്ള ആളുകളെ ഇദ്ദേഹം വരുതിയിലാക്കിയെടുക്കുകയാണ്. അതിനുശേഷം അവരിലെ പല സ്ത്രീകളെയും ചൂഷണം ചെയ്യുന്നു. ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഫിലിപ്പ് സാർ നന്മമരമാണ്, അങ്ങനെ ചെയ്യത്തില്ല, അതോടെ ആ കേസ് ഇല്ലാതാവും. അതുപോലെ തന്നെയാണ് ഈ ന്യൂ ജനറേഷൻ പിള്ളേരെയും കുറ്റപ്പെടുത്തുന്നത്. അതും ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടൊന്ന് കേട്ട് നോക്കാം. പഴയ ആൾക്കാരോട് ചോദിച്ചാൽ പറയും നിന്റെ റോൾ മോഡൽ ആരാ? ചിലർ പറയും APJ അബ്ദുൽ കലാം. ചിലർ പറയും ആരാന്നൊക്കെ ചോദിച്ചാൽ അല്ലേ KR നാരായണൻ, APJ അബ്ദുൽ കലാം, എബ്രഹാം ലിങ്കൻ എന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറയും നോക്കും അല്ലേ. എൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ പറയും. ഇവരോടൊക്കെ ചോദിച്ചാൽ എന്താ അവർ പറയുന്നത്? എൻ്റെ റോൾ മോഡൽ എന്നാലും കുട്ടിയോട് ചോദിച്ചപ്പോൾ ആരാ മോൻ്റെ ഇഷ്ടപ്പെട്ട ആളെന്ന് വെച്ചാൽ പറഞ്ഞു ആ പേര് അവിടെ പറയുന്നില്ല, ലൈവ് നടക്കുന്നുണ്ട്. ഏതോ ഒരു ചങ്ങായിൻ്റെ പേരാ പറഞ്ഞത്. അവൻ്റെ പരിപാടിയോ മേത്ത് തുപ്പും, കാർക്കിച്ച് തുപ്പും, തോണ്ടും മാന്തും അല്ലേ. നിങ്ങൾക്കറിയാം എന്താ ഡുപ്പിയോ അതൊക്കെ അവൻ്റെ പേര്. അവനെ ഇഷ്ടം നമ്മുടെ മക്കൾക്ക്. അപ്പം നോക്കണം, വിരുദ്ധമായ ചില പ്രതിഭാസങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ റോൾ മോഡലായിട്ട് ഈ ആൽഫ ജനറേഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരം. അവരുടെ സമയത്ത് അവരുടെ കൈകളിൽ നിന്ന് നമുക്ക് ഈ ഫോൺ പിടിച്ചു വാങ്ങാൻ പറ്റൂല. കാര്യം എന്താ? അവർ സൈബർ റിലേറ്റഡുമായി ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളാണ്. എൻ്റെ മകൻ എവിടെ, എപ്പോൾ, ആരുടെ കൂടെ, എങ്ങനെയാകും തിരിച്ചറിയാൻ പറ്റണില്ല അല്ലേ. ലോകം അങ്ങനെ ആയിപ്പോയി. അപ്പം അതുകൊണ്ട് ആൽഫ ജനറേഷൻ എന്ന് പറയപ്പെടുന്നത് അവർക്ക് ഇന്ന് അവരോട് പറയാൻ പറ്റും, എടാ ആ സമയത്ത് ഇറങ്ങി നടക്കരുതെന്ന്.
ഒരു തിരിച്ചു ചോദിക്കും അസമയോ അങ്ങനെ സമയം ഉണ്ടോ ഉമ്മ അപ്പ? അസമയം ഏതാ? അസമയം ഏതാ? എല്ലാം നല്ല സമയമല്ലേ? 18 വയസ്സാണ് ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക്. അവിടെ 18 വയസ്സാകട്ടെ, ഞാൻ കാട്ടിത്തരാം അല്ലേ? 18 വയസ്സാണ് ഞാൻ കാത്തിക്കുക കുറച്ച് ആൾക്കാർ. ആ 18 വയസ്സാണ് നിങ്ങൾ വളർത്തിയാൽ മതി എന്നർത്ഥം അല്ലെ? രാത്രി പകലാക്കുന്നു, പകല് രാത്രിയാക്കുന്നു. ഏതെങ്കിലും മക്കൾക്ക് വിശ്വാസം ഉണ്ടോ? ഇപ്പോൾ സത്യം ഉണ്ടോ? വെള്ളിയാഴ്ച ദിവസം ജുമ്മ നടക്കുമ്പോൾ പള്ളിയുടെ അടുത്ത് പോയി ഒരു ഒബ്സർവേഷൻ നടത്തി നോക്ക്. നിങ്ങൾ ആദ്യം പള്ളി കയറരുത്, നിങ്ങൾ ഏറ്റവും പുറകിൽ നിൽക്കുക ഒരു വെള്ളിയാഴ്ച. അത് നോക്കുക കുട്ടികൾ എന്താണ്. ഒരൊറ്റ ഒന്ന് പള്ളി കറക്റ്റ് സമയത്ത് കയറൂല. എല്ലാ വാച്ചിലൊക്കെ നോക്കിയാൽ പീക്ക് ടൈമിൽ ബൈക്കിന് മുകളിലൊക്കെ ഇരുന്ന് ചൊറിഞ്ഞ് ലാസ്റ്റ് മെസ്സേജ് കിട്ടി, അതിന് മെസ്സേജ് ഇങ്ങോട്ട് കിട്ടണം. എന്നിട്ട് അതിനും കൂടെ ഒന്നും കൂടെ അയക്കും ലാസ്റ്റ്, അതും കിട്ടണം. അപ്പം അത് അങ്ങോട്ട് നോക്കും പള്ളിക്ക്. കുറെ കടയുടെ പുറകിൽ, കുറെ ബൈക്കിനകത്ത്, കൈപ്പിന്റെ പുറകിൽ, തെങ്ങിൻമൂട്ടിൽ, ഇല്ല കോണിക്കൂടിൻ്റെ അടിയിലൊക്കെ ആൾക്കാരെ കാണാം. ഇപ്പോൾ ഈ കേസ് വന്നതോടുകൂടി പല കഥകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ പലരും വിശ്വസിക്കത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇദ്ദേഹം അമ്മയെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. 29 കിലോ മാത്രം തൂക്കമുള്ള, ഒരു കാതിൽ മാത്രം കമ്മല് ധരിക്കുന്ന, റോഡ് ഗോൾഡിന്റെ മാല മാത്രം ധരിക്കുന്ന, ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ മകനാണ് ഞാൻ. മദ്യപാനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. എന്നായിരുന്നു ഒരു കേബിൾ വയർ അല്ലേ? ആ കേബിൾ വയറിലൂടെയാണ് അന്നജലം, വിറ്റാമിൻ, പ്രോട്ടീൻ, ജലാംശം എല്ലാം നമ്മൾ ഉമ്മയുടെ മേത്തുനിന്ന് ഊറ്റി വലിച്ചെടുത്തു അനുവാദമില്ലാതെ. 9.5 മാസം കഴിഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രം ഈ കേബിളിനെ കട്ട് ചെയ്തു, കൂട്ടിക്കെട്ടി. വലത് കൈ ഉപയോഗിച്ച് ഒന്ന് പരിശോധിച്ചാൽ അറിയാം 1/2 ഇഞ്ച് ആഴത്തിലൊരു കുഴിയുണ്ട് ഇവിടെ. 18 കിലോയ്ക്ക് മുകളിലാണ് നീ ഇവിടെ മർദ്ദം കൊടുക്കുന്നതെങ്കിൽ നിനക്ക് മരണം സംഭവിക്കും. കളരി പരമ്പരയിൽ ഏറ്റവും വലിയ മർമ്മമാണ് 1-ാം മർമ്മം, പുക്കിൾക്കൊടി. ഇത് തലയുടെ പുറകിലോ ചെവിയുടെ പുറകിലോ മുതുകത്തോ ഒന്നുമല്ല. എന്തായാലും ഇനി കേസ് നടക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.